ആദരണീയരായ എല്ലാ ഗുരുജനങ്ങൾക്കും സുധാകരൻ്റെ പ്രണാമം. 4-5 വർഷം മുമ്പ്, എനിക്ക് കൃത്യമായിട്ട് വർഷവും ഓർമ്മയില്ല, നമ്പ്യാപറമ്പിൽ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഒരു രാമായണ പ്രഭാഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ നമ്പ്യാപറമ്പിൽ അച്ഛനെ അതരോടി സ്മരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ആരാണ് ഏറ്റവും വീര്യവാനും ഗുണവാനുമായ ആൾ? അങ്ങനെ ആരെങ്കിലും അങ്ങേക്ക് പരിചയമുണ്ടോ എന്ന് നാരദ മഹർഷിയോട് വാൽമീകി മഹർഷി ചോദിച്ച ചോദ്യത്തിലൂടെയാണ് വാൽമീകി രാമായണം തുടങ്ങുന്നത്. നാരദ മഹർഷിയാണെങ്കിൽ ദേവലോകത്തും മനുഷ്യലോകത്തും എല്ലാം സഞ്ചരിക്കുന്നയാളാണ്. അങ്ങനെ ആരെങ്കിലും ഒരാളെ കാണാനുണ്ടോ? ഒരു 10-12 ഗുണങ്ങൾ പറഞ്ഞ് കോന്വസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കഷ്ട വീര്യവാൻ എന്ന് തുടങ്ങിയ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് തിരിച്ച് നാരദ മഹർഷി 65-66 ഗുണങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ ഭൂലോകത്ത് തന്നെയുണ്ട്. ദശരഥപുത്രനായി ശ്രീരാമചന്ദ്രൻ എന്ന രാജകുമാരൻ ഉണ്ട് എന്ന് വാൽമീകി മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ കഥയെ, അതായത് നാരദ മഹർഷി പകർന്നു കൊടുത്ത കഥയെ ആസ്പദമാക്കിയാണ് വാൽമീകി രാമായണം എഴുതിയത്. അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം, ക്രൗഞ്ചമിഥുനങ്ങളെ വേടനമ്പെയ്ത് കണ്ട ആ ദുഃഖത്തിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് ഉടലെടുത്ത ശോകമായി വന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. ഇവിടെ ഞാൻ അധ്യാത്മരാമായണം എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ കഥ ശ്രീ പരമേശ്വരൻ പാർവതീ ദേവിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. അവർ തമ്മിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വന്തം ഭർത്താവാണെങ്കിലും അദ്ദേഹത്തെ, ശ്രീ പരമേശ്വരനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഉപസ്ഥയായിട്ടിരുന്ന് തൊട്ട് താഴെ ഇരുന്ന് എനിക്ക് രാമായണ തത്വം കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാണ് ശ്രീ പാർവതീ ദേവി പറഞ്ഞത്. കാരണം അവർ തമ്മിൽ അതിനിടയ്ക്ക് അനേകം ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. യാഗാദി കർമ്മഫലം, ക്ഷേത്രോപവാസഫലം, അങ്ങനെ വർണ്ണധർമ്മങ്ങൾ, പുനരാശ്രമധർമ്മങ്ങൾ എന്നിവയെല്ലാം ഒന്നൊഴിയാതെ ചൊല്ലി കേട്ടതുമൂലം എനിക്ക് മനതാരിൽ ആകാംക്ഷയുണ്ടായി വരുന്നു, സന്തോഷം അകതാരിൽ ഏറ്റവും ഉണ്ടായി വന്നു. എനിക്ക് കാരുണ്യം എന്നെക്കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണമെന്നാണ് പറഞ്ഞത്. ശ്രീരാമദേവൻ്റെ കഥ കേൾക്കണമെന്നല്ല അവിടെ പറഞ്ഞത്, ശ്രീരാമദേവ തത്വം ഉപദേശിച്ചിടണം എന്ന്. അങ്ങനെ ഉപദേശിച്ച രാമകഥ. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്ന തത്വം പറഞ്ഞിരുന്നത് നേരെ പെട്ടെന്ന് ഒരു സീൻ അടുത്ത ഇതിലേക്ക് മാറുകയാണ്. ശ്രീരാമ പട്ടാഭിഷേകം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. തൊട്ട് മുമ്പിൽ സീതാദേവിയും ശ്രീരാമചന്ദ്രനും ഇരിക്കുന്നു. തൊട്ട് താഴെ ഹനുമാൻ ഇങ്ങനെ വളരെ ശ്രദ്ധാലുവായിട്ട് ഇവരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ തത്വം, ഇവന് നമ്മിൽ മാത്രമേ താല്പര്യമുള്ളൂ, എപ്പോഴും നമ്മൾ തീരാത്ത ഭക്തിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ തത്വം അറിയിക്കാൻ യോഗ്യനായ ഒരാളാണ്. പാത്രം അറിഞ്ഞു വേണമെന്ന് വള്ളത്തോൾ പറഞ്ഞ പോലെ ഇവൻ നമ്മുടെ വിദ്യാർപ്പണം കൊടുക്കാൻ, വിദ്യ പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ തത്വോപദേശത്തിന് ഇവൻ പാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ തത്വം ഇവൻ അറിയിക്കണം ഇപ്പോൾ, ചിന്മയേ മായാമയേ എന്നൊക്കെ ശ്രീരാമചന്ദ്രൻ സീതാദേവിയോട് പറയുന്നു. സീതാദേവി അവിടെ വെച്ച് വളരെ ചുരുക്കി, അതായത് അവരുടെ തത്വം, ശ്രീരാമദേവ തത്വം, പരമാത്മാവ് ആരാണ്, മായ ആരാണ്, എങ്ങനെ, അതായത് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിധിൽ കാണുന്നത് ജീവാത്മാവ് അറിയടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരെ നീ കാണുകയില്ലയോ, കണ്ടാലും അതുപോലെയാണ് ഈ പരമാത്മാവിൻ്റെ ഒരംശം നമ്മിലുണ്ട്, അതെല്ലാവരിലും ഒരേപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലേക്ക് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അങ്ങനെ രാമതത്വം പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാസന്ദർഭം ഇങ്ങനെ സീതാദേവി ഹനുമാന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്, ഈ കഥ പറഞ്ഞു, ഇത് തിരിച്ച് വീണ്ടും അതായത് പരമേശ്വരൻ്റെ അടുത്തേക്ക് കഥ കൊണ്ടുപോകുന്നു. സീൻ അങ്ങോട്ട് മാറുന്നു. ഇത് സംക്ഷേപിച്ചരുൾ ചെയ്തത് ഏതുമേ മതിയല്ല, വിസ്തരിച്ചരുളി ചെയ്തിടണം ദയാനിധേ എന്ന് പാർവതീദേവി പറയുന്നു.
പരമേശ്വരൻ അപ്പോൾ വളരെ വിശദമായിട്ട് ഈ കഥ എലാബറേറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണം. അതായത് പിന്നെ ഇവരുടെ പുത്രകാമേഷ്ടി യാഗത്തെക്കുറിച്ചും ഒക്കെ തുടങ്ങി അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം വരെയുള്ള കഥകൾ മുഴുവൻ പരമേശ്വരൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് കഥ. ഇതിലിടയ്ക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ രാമായണത്തിൻ്റെ അവസാനം വരുന്ന പട്ടാഭിഷേകം, നമ്മൾ നേരത്തെ ഒരു പട്ടാഭിഷേകത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇത് തന്നെ അത് നേരിട്ട് ആദ്യം തന്നെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സീതാദേവി ഹനുമാന് തത്വോപദേശം കൊടുക്കുന്നതായിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാമായണത്തിൻ്റെ അവസാനത്തെ പട്ടാഭിഷേക സമയത്ത് ഈ പറഞ്ഞ പോലെ ഞാൻ ആ സീൻ അങ്ങോട്ട് വീണ്ടും കൊണ്ടുപോവുകയാണ്. എല്ലാവരും പിരിഞ്ഞു. അവിടെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഹനുമാൻ ഇങ്ങനെ താഴെ ഇരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ വളരെ വിശേഷപ്പെട്ട, അതായത് കുന്നോളം ധനം കൊടുത്താലും മതിയാവില്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിവിശേഷമായ ഒരു രത്നഹാരം സീതാദേവിക്ക് കൊടുത്തു. സീതാദേവി അത് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് ഒന്ന് ശ്രീരാമചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കും, ഒന്ന് ഹനുമാൻ്റെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ ശ്രീരാമന് ഇംഗിതം മനസ്സിലായി, നിനക്ക് ഇഷ്ടപ്പെട്ട ആർക്കാണെന്ന് വെച്ചാൽ അത് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. സീതാദേവി അത് ഹനുമാന് കൊടുത്തു. നമ്മൾ ഈ സിനിമയിലും മറ്റ് ബാല പോലെ കഥയിലൊക്കെ ഈ കൊടുത്ത രത്നഹാരം അത് മുഴുവൻ കടിച്ചു നോക്കിയതിനകത്ത് ശ്രീരാമചന്ദ്രൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള കഥകളൊക്കെ നമുക്കറിയാം. പക്ഷേ ഒരു രത്നഹാരം, വിലപ്പെട്ട ഒരു രത്നഹാരം കൊടുത്തു എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ ആദ്യം പറഞ്ഞ ഭാഗത്ത് സീതാദേവി ഹനുമാന് തത്വോപദേശം കൊടുത്തു എന്നാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ഈ അമൂല്യമായ രത്നഹാരം എന്നത് സീതാദേവി ഹനുമാന് കൊടുത്ത തത്വോപദേശം തന്നെയാണ്. ഇത് ഞാനിത് വെറുതെ പറയുന്നതല്ല. കാരണം എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയിരിക്കുന്നത് ഇത്തരം വേദാന്ത തത്വങ്ങൾ, അതായത് സർവ്വ വേദാന്ത സാരസംഗ്രഹമായ അധ്യാത്മരാമായണത്തെ കഥാരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സാധാരണക്കാരന് കഥാരൂപത്തിലും കുറച്ചുകൂടി മുതിർന്നവർക്ക് എന്ന് വെച്ചാൽ വായിച്ച് അടുത്ത ആദ്യത്തെ കഥാഗോളം എന്ന് പറയുന്ന കുട്ടികൾക്കുള്ള തലം, രണ്ടാമത് അതിൻ്റെ തൊട്ടു മുകളിലായിട്ട് ഇതിൻ്റെ ദാർശനിക തലം, രണ്ടാമത്തെ തലം. അപ്പോൾ നമുക്ക് അന്നേരം രാജ്യതന്ത്രജ്ഞത, ധർമ്മചിന്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിക്കാൻ പറ്റും. അതിൻ്റെയും അടുത്ത തലം, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് വേദാന്ത തലമാണ്. ആ വേദാന്ത തലം ഇതിലുണ്ട് എന്ന് അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എന്നൊക്കെ പറഞ്ഞ് ഈ ബാലകാണ്ഡത്തിൽ തന്നെ 6 തലത്ത് എഴുതിയിട്ടുണ്ട്. അതിഗുഹ്യമാം എന്നൊക്കെ പറഞ്ഞ് അത്യന്തം രഹസ്യം. അപ്പം ഇങ്ങനെ ഇതിലൊരു രഹസ്യമുണ്ട് എന്ന് അനുവാചകനെ അല്ലെങ്കിൽ രാമായണം വായിക്കുന്നയാളെ ഒരു ഹിൻഡ് മാത്രം കൊടുത്ത്, ഒരു ട്രഷർ, ഇതിലൊരു ട്രഷർ ഒളിഞ്ഞിരിപ്പ്, ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന പോലെ ആ രഹസ്യം നമ്മൾ കണ്ടുപിടിക്കാൻ വായനക്കാരൻ ശ്രമിക്കണം. ഞാനത് നേരിട്ട് പറഞ്ഞു തരുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. എൻ്റെ മുമ്പിൽ കൊച്ചുകുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ട് ഈ വേദാന്ത തലത്തിലേക്ക് പറയാൻ കാരണം രാമായണം ഓരോ വായനയും പുതിയ വായനയായിട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ 50 വർഷമായി ഞാൻ നിത്യേന രാമായണം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വെറും ചടങ്ങ് മാത്രമേ, അനുഷ്ഠാനം മാത്രമേ ആവുന്നുള്ളൂ. ആദ്യം ഭക്തി ഉണ്ടാവണം, ഭക്തി ഉണ്ടായാൽ പിന്നെ എല്ലാം വരുമെന്ന് പറയും. പക്ഷേ ഭക്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം നമ്മളിതിനെ അടുത്തറിയണം. തൊട്ട് മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സമീപത്ത് എതിരെ വരുന്നു, ഒരു കാഷായമൊക്കെ ധരിച്ച്, ഒരു രുദ്രാക്ഷം ധരിച്ച്, ഒരു താടിയൊക്കെ നീട്ടി ഒരാൾ വന്ന് വലിയ സ്വാമിയാണ് എന്നിട്ട് നമ്മൾ തൊഴും. ഒരു കള്ളസ്വാമിയാണെങ്കിലോ നമ്മളറിയില്ല. പക്ഷേ ആ ആളിനെ അടുത്തറിയുമ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ അറിയുമ്പോഴാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുന്നത്. അതുപോലെ രാമായണം എന്ന് പറഞ്ഞാൽ അയ്യോ തൊട്ടുതൊടാനുള്ളതാണ്, പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന അടുത്ത കർക്കിടകത്തിൽ മാത്രമേ ഇനി എടുക്കാനുള്ള ആണ് എന്ന് കരുതിയാൽ നമുക്ക് ഇതിനോട് അടുപ്പം വരില്ല. അടുപ്പം വരണമെങ്കിൽ നമ്മൾ ഭയം കൂടാതെ ഇതിനെ സമീപിക്കണം. ഒരു സാധാരണ സാഹിത്യ ഗ്രന്ഥം, ഒരു കാവ്യം, അപ്പോൾ ഇത് പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ മാത്രമുള്ളതല്ല. ഇതിൻ്റെ മഹത്വം അറിയണമെങ്കിൽ നമ്മൾ പേടി കൂടാതെ ഒരു ദേശത്തിൻ്റെ കഥ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവൽ വായിക്കുന്ന പോലെയോ MTയുടെ 2-ാം ഊഴം വായിക്കുന്ന പോലെ നമുക്ക് പേടി കൂടാതെ ഒരു സാഹിത്യകൃതി എന്ന രീതിയിൽ വായിച്ചു തുടങ്ങിയാൽ ആ വായനയിലൂടെ നമ്മൾ ലഭിക്കുന്നത് ഈ കഥാപാത്രങ്ങളെയൊക്കെ സമീപിച്ച് വായിക്കുമ്പോഴാണ്. അപ്പോൾ അതിൽ നിന്ന് ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവ വിശേഷങ്ങൾ ആ കഥാപാത്രത്തിൻ്റെ പേരിലൂടെ തന്നെ ഇതിൻ്റെ രചയിതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. പേര്, ആ വെറുതെ പേര് മാത്രം കേട്ടാൽ മതി. ആ പേര് വായിക്കുമ്പോൾ അതിലൊക്കെ എന്തൊക്കെയോ ഒതുങ്ങിയിരിപ്പുണ്ടല്ലോ. നമുക്ക് തോന്നുന്ന രാമൻ രമിപ്പിക്കുന്നയാൾ, സ്വയം രമിക്കുന്നയാൾ. ദശരഥനിലാണല്ലോ രാമൻ ഉണ്ടായത്. 10 തേര് ഓടിക്കാൻ കഴിവുള്ള ആൾ,
അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ട. ആ 10 തേരെന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെയാണ് പറയുന്നത്. 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളയാൾ. നമ്മൾ ഒറ്റ വാക്കിൽ ഇന്ദ്രിയ നിഗ്രഹം വന്നയാളെന്ന് പറയും. അങ്ങനെ ഇന്ദ്രിയ നിഗ്രഹം വന്ന ഒരാളിലെ രാമൻ ജനിക്കൂ. ഇതൊന്നും വേറെ വേറെ കഥാപാത്രങ്ങളല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇനി സീതയെ എടുത്തു നോക്കിയാൽ സീതയുടെ അച്ഛൻ്റെ പേര് നമുക്കറിയാം, അമ്മയുടെ പേരോ അറിഞ്ഞുകൂടാ, ഭൂമിദേവിയാണെന്ന് പറയുന്നത്. എങ്ങനെ എവിടുന്ന് കിട്ടി സീതാദേവിയെ? യാഗാർത്ഥം യാഗശാല ഉഴുതപ്പോൾ, അതതിൻ്റെ ഒരു ചടങ്ങാണ്. ഉഴുത് അത് മറ്റ് പല യജ്ഞങ്ങൾക്കും ഇങ്ങനെയുണ്ട്. ഭൂമി ഉഴുത് അതിൽ നവധാന്യം വിതയ്ക്കുക. കാരണം അവിടെ ജീവൻ്റെ ഒരു ഏരിയ അത് ജീവസത്താക്കാനുള്ളതാണ്. ആ ജീവൻ്റെ ഒരു ഉറവിടമാണ് മണ്ണ്. അതിൽ നിന്നും മുളച്ചു വരുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു ലൈവ്ലി ആക്കി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യാറുള്ളൊരു ചടങ്ങുണ്ട്, നവധാന്യം വിതയ്ക്കുന്നത്. അപ്പോൾ ആ യാഗശാല ഉഴുതപ്പോൾ ഉഴവുചാലിൽ നിന്ന് കിട്ടിയതാണ്. സീതാമധ്യയിൽ നിന്ന് ലഭിക്കയാൽ സീത എന്ന് പേര് കൊടുത്തു. എന്താ ഈ ഉഴുതപ്പോൾ ചാണകപ്പുഴോ ഞാഞ്ഞൂലോ ഒക്കെ പൊങ്ങി വരുന്ന പോലെ വന്നതാണോ സീത? അവിടെ നമ്മൾ ചിന്തിക്കണം. അങ്ങനെയാണ് 3ാമത്തെ തലത്തിലേക്ക് പോകുന്നത്. അതായത് ജനക മഹാരാജാവിൻ്റെ രാജധാനിയിൽ അനേകം പണ്ഡിതന്മാർ, താർക്കികന്മാർ, അവരെല്ലാം വേദാന്ത ചർച്ചയാണ്. തർക്കവും വിതർക്കവുമായി അവസാനം അതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്തെടുക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അതായത് ഇതിൻ്റെ യജ്ഞശിഷ്ടം എന്ന് പറയുന്ന രീതി, അതാണ് വാസ്തവത്തിൽ സീത എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം. നമ്മൾ രാമനെയും സീതയെയും ബുദ്ധിയുടെയും ശക്തിയുടെയും പ്രതീകമായിട്ട് കരുതിയാൽ, ശക്തി എന്ന് പറഞ്ഞാൽ ജ്ഞാനം കൊണ്ടുള്ള ശക്തി, ബ്രഹ്മജ്ഞാനം. അപ്പോൾ ഈ ആദ്യത്തെ ഉമാമഹേശ്വര സംവാദത്തിലെ സീതാ രാഘവ മരുൾസൂന് സംവാദത്തിൽ സീതാദേവി പറയുന്നുണ്ട്, ഞാനാണ് ശക്തി എന്ന് പറയുന്നുണ്ട്. അതായത് പരമാത്മാവാകുന്ന ശ്രീരാമൻ, ആ ശ്രീരാമൻ്റെ ശക്തിയാണ് ഞാൻ. കർമ്മങ്ങൾ ചെയ്യുന്നത് താനെന്ന് തോന്നിക്കുന്നു, തൻ മായാഗുണത്തെ താൻ അനുസരിക്കാൻ. ഇതെല്ലാം ഇത് കർമ്മങ്ങൾ ചെയ്യുന്നത് അദ്ദേഹമാണ്, അല്ല രാമനാണ് ഇതൊക്കെ ചെയ്യുന്നത് എല്ലാം എന്ന് മറ്റുള്ളവർക്കെല്ലാം തോന്നും. പക്ഷേ എൻ്റെ സാന്നിധ്യം കൊണ്ട് എന്നാൽ സൃഷ്ടമാം അവയെല്ലാം സ്വരൂപത്തിങ്കലാക്കിയിടുന്നു മൂഢജനം എന്ന് പറയുന്നുണ്ട്. അതായത് ഇതെല്ലാം രാമനാണ് ചെയ്യുന്നത്, രാമനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തോന്നിച്ചാലും സീതാദേവിയുടെ സാന്നിധ്യം കൊണ്ട്, അല്ല സീതാദേവിയാണ് മായാശക്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട്. ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ വേദാന്ത സാരസംഗ്രഹം ഹനുമാൻ ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ ഉപദേശിച്ചു കൊടുക്കുന്ന വേദാന്ത സാരസംഗ്രഹമാണ് നമ്മൾ അവസാന ഘട്ടത്തിൽ കണ്ട പട്ടാഭിഷേക സമയത്ത് സീതാദേവി ഹനുമാന് കൊടുത്ത തത്വോപദേശം, അതായത് ആ രത്നമാല എന്ന് പറയുന്നത്. ഇത് ആണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ നോക്കുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ആദ്യത്തെ പട്ടാഭിഷേക സമയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, തത്വോപദേശമാണല്ലോ കൊടുത്തത്. അവസാനം വന്നപ്പോൾ കഥാന്ത്യത്തിൽ എന്താണ്, ഈ തത്വോപദേശത്തിന് പകരം മാല കൊടുത്തു എന്നാണല്ലോ പറഞ്ഞത്. ഇത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സ്വയം നമ്മളെ കൊണ്ട് സന്ദേഹിച്ച് ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനുള്ള ഒരു അവസരമാക്കി എഴുത്തച്ഛൻ കൊടുത്തിട്ടുണ്ട്, അത്യന്തം രഹസ്യമാം വസ്തു എന്ന് രാമായണത്തിൽ. ഇനി ഒരു രസകരമായ ഒരു കാര്യം, ധർമ്മത്തെ, അതായത് മഹാഭാരതം ധർമ്മത്തെ ആസ്പദമാക്കിയെന്നും രാമായണം സത്യത്തെ ആസ്പദമാക്കിയെന്നും നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തിരിക്കാം. കാരണം ഓരോന്നും മഹാഭാരതത്തിലെ ധർമ്മം 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 ഇങ്ങനെയാണ് എപ്പോഴും സന്ദേഹിക്കുന്നത്. അതേസമയം രാമായണത്തിൽ സത്യം തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, സത്യത്തെ, അച്ഛൻ്റെ സത്യം പാലിക്കാൻ വേണ്ടിയാണ് മകൻ കാട്ടിലേക്ക് പോയത്. അല്ലാതെ സ്വന്തം ഇഷ്ടാനുസരണമല്ല, അച്ഛൻ്റെ സത്യം. ആര് ചോദിച്ചാലും അച്ഛൻ ഇങ്ങനെയൊരു സത്യം ചെയ്തിട്ടുണ്ട് അമ്മയുടെ അടുത്ത്, അതുകൊണ്ട് പാലിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് പോകുന്നു. അവിടുന്ന് നമ്മൾ ദണ്ഡകാരണ്യത്തിലേക്ക് പോകുമ്പോൾ മുനിമാരോടെല്ലാം സത്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, അവരെ ഞാൻ രക്ഷിച്ചു കൊള്ളാം, നിങ്ങളെ ഞാൻ രക്ഷിച്ചു കൊള്ളാമെന്ന്. കാരണം അവർക്ക് വന്യമൃഗങ്ങൾ മുതൽ രാക്ഷസന്മാർ മുതൽ മറ്റ് അനേകം ബന്ധങ്ങളുണ്ടാവുന്നുണ്ട്. അവയെല്ലാം തരണം ചെയ്യാൻ ഞാൻ നിങ്ങളെ രക്ഷിച്ചു കൊള്ളാമെന്ന് ശ്രീരാമൻ മഹർഷിമാർക്ക് മുനിമണ്ഡലത്തിൽ എല്ലാവരോടും വാക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയും രക്ഷിക്കാം എന്നുള്ള സത്യവ്രതത്തിൻ്റെ പുറത്ത് നമുക്ക് സന്ദേഹിച്ചാൽ ഒരു കാര്യം പറയട്ടെ, ഈ സത്യവാനായ ധർമ്മിഷ്ഠനായ ആദ്യം മുതൽ അവസാനം വരെ ഏത് കാര്യം എടുത്താലും ഈ സത്യത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ധർമ്മത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിരുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് പറഞ്ഞ ആ രാമനെ കുറിച്ചാണ്
സ്വന്തം ഭാര്യയെ ഉപേക്ഷിച്ച രാമനെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് നമ്മുടെ യുവതലമുറയുടെ പ്രതിനിധികളായ വിദ്യാർത്ഥികൾ ഈ ശ്രീരാമൻ്റെ അല്ലെങ്കിൽ രാമായണത്തിൻ്റെ കർത്താവായ എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തിരൂർ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള സർവകലാശാലയിൽ നടന്ന സെമിനാറിനിടയ്ക്ക് പുറത്ത് പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത് ഇതേ വിദ്യാർത്ഥികൾ. അതായത് ഈ രാമനെയാണോ ഞങ്ങൾ മാതൃകയാക്കേണ്ടത്. ഞാനൊരു ചെറിയ സംഭവം കൂടി പറയാം. ഒരു 40 വർഷത്തോളമായിട്ടുണ്ടാവും. എൻ്റെ അനുജൻ, അദ്ദേഹം അവിടുത്തെ ഒരു യുവജന സംഘടനയുടെ ലോക്കൽ കമ്മിറ്റി എന്നോ എന്തോ പറഞ്ഞ അതിൻ്റെയൊക്കെ പ്രവർത്തകനാണ്. അതിനെന്തോ ഒരു സ്ഥാനമുണ്ട് പോട്ടെ. അദ്ദേഹം ഒരിക്കലും എന്നോട് വന്ന് പറഞ്ഞു, OV വിജയൻ്റെ സർഗശേഷി നശിച്ചു. ധർമ്മപുരാണമൊക്കെ എഴുതി കഴിഞ്ഞ കാലത്താണ്. OV വിജയൻ്റെ സർഗശേഷി നശിച്ചു. അദ്ദേഹം ഇപ്പോൾ എഴുതിയതിനെക്കുറിച്ച് തന്നെ ചർവിതം നടത്തുകയാണ്. കലാകൗമുദിയിലോ മറ്റോ ഇതിഹാസത്തിൻ്റെ ഇതിഹാസം എന്ന ഒരു ലേഖന പരമ്പര വന്ന കാലത്താണ്. ഇനി OV വിജയൻ ഒന്നും എഴുതാനില്ല, തീർന്നു, അദ്ദേഹത്തിൻ്റെ സർഗശക്തി നശിച്ചു, അതുകൊണ്ട് എഴുതിയതിനെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിന് ഇനി എഴുതാനുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, ഈ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടോ? ഇല്ല. ധർമ്മപുരാണം വായിച്ചിട്ടുണ്ടോ? ഇല്ല. കടൽ തീരത്തെന്ന് പറഞ്ഞ കഥ വായിച്ചിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു കൃതി വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ നീ എങ്ങനെയാണ് ഈ OV വിജയൻ്റെ സർഗശക്തി നശിച്ചു എന്ന് പറയുന്ന പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന കാര്യമാണിത്. ഇവരാരും OV വിജയനെ വായിച്ചവരല്ല. ഇത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. എനിക്ക് ഓർമ്മ വന്നതാണ്. കാരണം രാമനെയോ അല്ലെങ്കിൽ അധ്യാത്മ രാമായണോ വാൽമീകി രാമായണോ ഇതൊന്നും വായിക്കാത്തവർ, ആകെ ഇവർക്ക് 3 ചോദ്യങ്ങളേ ഉള്ളൂ രാമായണത്തിൽ ചോദ്യം ചെയ്യാനായിട്ട്. എന്തുകൊണ്ട് സ്വന്തം ഭാര്യയെ കാട്ടിലുപേക്ഷിച്ചു? ഒന്ന്. രണ്ടാമത്തേത്, ബാലിയെ എന്താണ് ഒളിഞ്ഞു നിന്ന് നേരിട്ട് യുദ്ധം ചെയ്യാൻ കഴിവില്ലാതെ ഒളിഞ്ഞു നിന്ന് അമ്പ ചെയ്ത് കൊന്നു, വൃക്ഷത്തിന് മറഞ്ഞു നിന്ന് അമ്പ ചെയ്ത് കൊന്നത്. മൂന്നാമത്തേത് ഉത്തരരാമായണത്തിലാണ്. ശംഭൂകനെ എന്തുകൊണ്ട് വധിച്ചു? അദ്ദേഹം ദളിതനായി പോയത് കൊണ്ടാണോ അദ്ദേഹത്തെ വധിച്ചു? ഇങ്ങനെ ചില ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ മാത്രമേ ഈ ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക് ഇതിൻ്റെ പിൻപറ്റി നിൽക്കുന്ന ആൾക്കാർ, ഇവരുടെ നേതാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നതുള്ളൂ എന്നുള്ള വളരെ കഷ്ടമായ ഒരു കാര്യം. എന്ന് വെച്ചാൽ രാമായണം വായിക്കാത്തവർ ഒന്നും വായിക്കണമെന്നില്ല. ഇത്തരം ചോദ്യങ്ങൾ മാത്രം പഠിച്ചു വെച്ച് ചോദിച്ചാൽ ആരെയും നേരിടാമെന്ന ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. രാമായണം പഠിക്കണം. ഞാൻ സന്ദർഭവശാൽ പറയട്ടെ, ഇത്തരം യുവജന സംഘടനകളുടെയൊക്കെ പ്രവർത്തനത്തിൽ ഞാനും ഉണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. അതൊക്കെ സ്വാഭാവികമായി 10-25 വയസ്സിൽ ഒക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ വായിച്ചു വരുമ്പോൾ ഇതിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഇതിലെന്ത് നീതി എന്ന് വേദാന്തം പറയുന്ന ഇതല്ല ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കി തരികയും ഒരു സൂചന തരികയും ചെയ്യും. ഒരു ആദ്യത്തെ നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഭൂമി ഉരുണ്ടതായതുകൊണ്ട് നമ്മൾ നോക്കുക, ഒരു മല കയറുവാണെങ്കിൽ ആ മലയുടെ ഏറ്റവും ഉച്ചിയിലുള്ള സ്ഥലം വരെ നമുക്ക് കാണാം. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് അതിൻ്റെ മുകളിലേക്ക് ഇനിയുണ്ട് എന്നറിയുന്നത്. കാരണം ഇതിങ്ങനെ ആ കർവേച്ചർ, ഇതിൻ്റെ സർക്കംഫറൻസ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ അനുഭവപ്പെട്ടുള്ളൂ ഒരു വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ. അതുപോലെയാണ് അത്യുന്നതമായ ഈ പർവ്വതം, രാമായണം എന്ന ഈ പർവ്വതം കയറുമ്പോഴും നമുക്ക് കാണുന്നത്. ഞാൻ എത്തിയല്ലോ, അത് വായിച്ചു തീർന്നു, അല്ലെങ്കിൽ അവിടം വരെ ഞാൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഇനിയും കിടക്കുന്നുണ്ട് കാണാൻ. നമ്മൾ അറിയാത്തത്, ജ്ഞാനം പരിമിതം, അജ്ഞാനം അപരിമിതമായി ഇങ്ങനെ കിടക്കുന്നുണ്ട്, അറിയാത്ത കാര്യങ്ങൾ ഒത്തിരി കിടക്കുന്നുണ്ട് എന്ന് നമ്മുടെ മുമ്പിലേക്ക് സ്വയം നമുക്ക് മനസ്സിലാക്കി തരുന്ന വാചകങ്ങൾ ഇതിനകത്ത് സൂചനകളായിട്ട് കൊടുത്തിട്ടുണ്ട്. കഥാപാത്രങ്ങളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ദശരഥൻ്റെയും സീതയുടെയും ഒക്കെ ഇങ്ങനെ പേരുകളിൽ നിന്ന് ഈ ബാക്കി ഓരോ കബന്ധൻ പിന്നെ കൊല്ലുന്ന കാട്ടിപ്പോകുന്ന വഴിക്ക് ഒരു വികൃത ജീവിയെ കാണുന്നുണ്ട്. വികൃത ജീവി എന്നല്ല, മഹാസത്വം, തലയില്ല, ഉടലും വയറും മാത്രമേ ഉള്ളൂ, ദീർഘങ്ങളായ കൈകൾ, തൊട്ടു മുമ്പിൽ എത്തുന്നവരെ മുഴുവനും ഭക്ഷിക്കുക എന്ന് വെച്ചാൽ അത് അവിടെ ഈ പറയുന്ന ശരീരബോധമാണ്. വെറുതെ തിന്നുക ഉറങ്ങുക എന്ന് മാത്രമുള്ള ശരീരബോധത്തെക്കുറിച്ച്. തലയില്ല എന്ന് പറഞ്ഞാൽ തലയില്ലാത്ത രൂപം നമുക്ക് കുട്ടികൾക്ക് സങ്കല്പിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ബുദ്ധിയില്ല എന്നുള്ളതാണ് അവിടെ. ബുദ്ധി പ്രവർത്തിക്കുന്നില്ല, ഇൻ്റലക്ച്വലായിട്ട് യാതൊന്നും ഇല്ല, പ്രവർത്തിക്കാനില്ല. ആകെയുള്ളത് ഭക്ഷിക്കുക മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ശരീരബോധത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോയാൽ ഇന്ന് മുഴുവൻ പറഞ്ഞാലും തീരില്ലാത്ത തരത്തിൽ ഇങ്ങനെ കിടക്കുന്ന ചരിത്രങ്ങൾ. ഇത് മുഴുവനും ചരിത്രം എന്ന് പറഞ്ഞാൽ രാമായണത്തിൻ്റെ കഥയിൽ ഉൾപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ഓരോ കഥാപാത്രങ്ങളുടെയും എടുത്താൽ നമുക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഈ പൊന്മാനിൻ്റെ പുറകെ പോയ രാമൻ്റെ കാര്യമാണ്. കാരണം കനകം മൂലം ഒരു കനകമയ മൃഗത്തെ കണ്ടാണ്
സീത രാമനോട് എനിക്കത് വേണം എന്ന് പറഞ്ഞ് ഭർത്താവേ കണ്ടിയിലെയോ കനകമയ മൃഗം എത്രയും ചിത്രം എന്നൊക്കെ പറഞ്ഞ് രാമനെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ട്. അപ്പോഴും പറയുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ ചില മായാവിദ്യകളൊക്കെ കാണിക്കുന്ന രാക്ഷസന്മാരുണ്ട്, അവരിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇവരുടെ മായാവിദ്യകളിൽ നിന്ന് മാറി നിൽക്കുക മാത്രമേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞ്, അപ്പോൾ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം അല്ലെങ്കിൽ സുലഭം നമ്പ്യാർ പറഞ്ഞതുപോലെ ഈ കനകം മൂലം, ആ കനകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗതികമായ സമ്പത്തിനെ അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകുമ്പോൾ ഈ നമുക്ക് കിട്ടുന്ന ജ്ഞാനം എന്നുവെച്ചാൽ സീതാദേവി നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് ലഭിക്കാൻ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഈ വില്ലൊടിക്കലൊക്കെ അതുതന്നെയാണ്. നമ്മുടെ അഹങ്കാരമാണ് അവിടെ നമ്മൾ താഴെ വയ്ക്കുന്നത്. ആ വില്ലൊടിച്ചെന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെയാണ്. പിന്നെ രണ്ടാമത് വേറൊരു രാമൻ മുമ്പിൽ വരുന്നുണ്ട്, പരശുരാമൻ. എൻ്റെ കയ്യിലുണ്ടൊരു ചാപം, വൈഷ്ണവം മഹാചാപം. അവിടെ നീ ശൈവചാപമല്ലേ ഒടിച്ചത്, ഇതെങ്ങനെ എടുത്ത് നിനക്കൊന്ന് കൊലയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് മുമ്പിൽ നിൽക്കുന്ന ഭാർഗവരാമനുണ്ട്. സ്വന്തം പ്രതിബിംബമാണ്, കണ്ണാടിയിൽ കാണുന്ന പോലെ മറ്റൊരു രാമനാണ്. നമ്മളിൽ തന്നെയുള്ള നമ്മുടെ അഹങ്കാരമാണ് ആ രാമൻ. അപ്പോൾ അത് വൈഷ്ണവ ചാപം, അതെടുത്ത് പിടിച്ചിട്ട് എനിക്ക് ലക്ഷ്യം കാട്ടിത്തന്നെ രാമ എന്ന് പറയുമ്പോൾ ആ രാമൻ എൻ്റെ തപസ്സിൻ്റെ ശക്തി മുഴുവൻ ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു, അതിന് ലക്ഷ്യമായി ഭവിക്കട്ടെ നിൻ്റെ ബാണം എന്ന് പറയുമ്പോൾ സ്വന്തം ശക്തി അവിടെ കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ അഹങ്കാരം അവിടെ ശമിപ്പിച്ചു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. ഇങ്ങനെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും ഈ വിജ്ഞാനത്തിൻ്റെ ജ്ഞാനവും അതുപോലെ ബുദ്ധിയും ജ്ഞാനവും കൂടെ ഒന്നിച്ചിരിക്കുന്ന തലത്തിലേക്ക്. നേരത്തെ ഒരു രാമായണത്തിലെ പ്രാർത്ഥനയുടെ എഴുത്തച്ഛൻ്റെ പ്രാർത്ഥനയിൽ രാമൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഭൂമിയിൽ രാമൻ അവതരിക്കുന്നതെന്ന്. ധാത്രീ ഭാരത്തെ തീർപ്പാൻ, അതായത് രാക്ഷസാദികൾ ധാത്രീ ഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദി ദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്വമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടുന്ന നാരായണൻ എന്ന് പറയുന്നുണ്ട്. ധാത്രീ മണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥന് തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മെ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവിത്തായ സീതാപതി ശ്രീപാദം വന്ദിക്കുന്നൻ. ഇങ്ങനെ നീണ്ട ഒരു വാക്യമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഭൂഭാരം തീർക്കാൻ വേണ്ടി ഭൂമിദേവി ഈ രാക്ഷസന്മാരുടെ ഭാരം കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവിടെ ചെന്ന് ബ്രഹ്മാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇവരെയൊക്കെ ഒന്ന് ഒതുക്കിത്തരണം, എനിക്ക് ഭൂഭാരം എന്ന് പറഞ്ഞ് ഇങ്ങനെ. അപ്പോൾ എനിക്ക് സാധ്യമല്ല, നമുക്ക് ഞാനും കൂടാം, നമുക്ക് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പറയാം എന്ന് പറഞ്ഞാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക്. വാസ്തവത്തിൽ അവിടെ ബുദ്ധിയാണ് ഉണർന്ന് പ്രവർത്തിച്ചു കൊള്ളാമെന്ന്. ഈ ഭൂമിയുടെ ഭാരം, ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ്. ശരീരത്തിന് ഈ രാക്ഷസാദികൾ, അതായത് രാക്ഷസീയമായ ചിന്തകൾ, താമസ ചിന്തകൾ മനസ്സിൽ ഉണരുമ്പോൾ നമ്മൾ അന്തരവിലോപം വരും. എന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, നമുക്ക് കർമ്മശേഷിയെ ഉണ്ടാവില്ല. അപ്പം നമ്മളെ ഉണർത്തണമെങ്കിൽ അവിടെ ജ്ഞാനം ഉണ്ടാവണം. നമ്മൾ രാവിലെ ഏൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നണില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പാരാലിസിസ് വന്നിട്ടല്ല, നമുക്ക് നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല. എന്തെങ്കിലും ചിന്തിച്ച ബുദ്ധി അവിടുന്ന് ആജ്ഞ കൊടുത്താലേ, കാലിൻ്റെ മസിലേക്ക് കൊടുത്താലേ എഴുന്നേക്കൂ, ഉത്തിഷ്ഠത ജാഗ്രത എന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേക്കൂ, നടക്കൂ എന്നൊക്കെ പറഞ്ഞു. എഴുന്നേറ്റിട്ട് വേണ്ടേ നാം എങ്ങോട്ടും സഞ്ചരിക്കുവാൻ എന്ന് കവി പറഞ്ഞ പോലെ, ആ എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ ശരീരം പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കണം. ബുദ്ധി മാത്രം പോരാ, ജ്ഞാനവും വേണം. അതുകൊണ്ടാണ് സീതാപതി എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തോടു കൂടിയ ബുദ്ധി ഉണർന്ന് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് നാം സ്വയം എടുക്കുന്ന പ്രതിജ്ഞയാണ് അവിടെ ശ്രീരാമൻ മഹാവിഷ്ണു നാരായണൻ ഭൂമിയിൽ അവതരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞത്. ഇതിനുള്ളിൽ ഒതുക്കി വെച്ചിരിക്കുന്ന സൂചനയാണ്. ഒരു പക്ഷേ പല മുതിർന്നവരുടെ അടുത്തും ഇത് പറയുമ്പോൾ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ വിഷയം തന്നെ ഞാനിതൊക്കെ ഒരു സൂചന പോലെ കിട്ടി. പല പല ആചാര്യന്മാരുടെ അടുത്തും ഈ സന്ദേഹം ചോദിച്ച് അപ്പോഴാണ് പറഞ്ഞത് എൻ്റെ സന്ദേഹം മാത്രമല്ല, സ്വാമി ജ്ഞാനാനന്ദ സരസ്വതിയുടെ, അദ്ദേഹത്തിൻ്റെ കന്യാകുമാരിയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയുണ്ട് വേദാന്തം, ഇതായത് രാമായണ തത്വം എന്ന് പറഞ്ഞൊരു ഗ്രന്ഥം തന്നെയുണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ്. ആ രാമായണ തത്വത്തിൽ ഇത് വിശദമായി പരാമർശിച്ചിട്ടുണ്ട്. ഈ ഓരോ കഥാസന്ദർഭങ്ങളും ഓരോ കഥാപാത്രങ്ങളും അവിടെ എല്ലാം ഈ പറയുന്ന സത്യം ധർമ്മം ഇതിൽ നിന്ന് വ്യതിചലിച്ച് ഒരു നിമിഷം പോലും അല്ലെങ്കിൽ ഒരു കണിക പോലും മാറാത്ത ഒരു സത്യസന്ധനായ രാജാവായിരുന്നു
രാജകുമാരനായിരുന്നു ശ്രീരാമചന്ദ്രൻ. എവിടെയും വിനയത്തോടെയും ഇത്രയെല്ലാം രാജാവായിട്ടും അഹങ്കാരം തൊട്ടു തീണ്ടാതെ അവിടെയെല്ലാം വിനയത്തോടുകൂടി ആ പരശുരാമനെതിരെ വരുമ്പോഴും ഈ അങ്ങയെപ്പോലുള്ളവരൊക്കെ അങ്ങക്ക് വലിയ വില്ലാളിയാണ്, ക്ഷത്രിയ കുലത്തെ മുച്ചൂടും മുടിച്ച ആളാണ്, വല്ലാതെ ബാലന്മാരോട് ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും, ഞങ്ങളെപ്പോലുള്ളവർ പാവങ്ങൾ എന്ത് ചെയ്യും, ഞാൻ നോക്കട്ടെ, വില്ലിങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലായെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാകേണ്ട എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ നോക്കട്ടെ, ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, ഇല്ലെങ്കിലൊന്നും തോന്നരുത് കേട്ടോ എന്ന് പറഞ്ഞ് അത്രയും വിനയത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ വൈഷ്ണവ ചാപം എടുത്ത് കുലച്ച്. അവിടെ മുതൽ എവിടെ നോക്കിയാലും രാമൻ്റെ വിനയം, സമയത്ത് പോലും, അതായത് രാവണനോടുള്ള യുദ്ധത്തിൽ രാവണന് ക്ഷീണിതനാണെന്ന് കണ്ടപ്പോൾ ഇന്ന് നീ യുദ്ധം ചെയ്യണ്ട, ഇനി നാളെ വരൂ എന്ന് പറഞ്ഞു വിടാനുള്ള സൗമനസ്യം കൂടി. യുദ്ധതന്ത്രത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, അതായത് പേടിച്ചോടുന്നവരോടും ആയുധം വീണവരോടും യുദ്ധം ചെയ്യരുത് എന്നൊക്കെ യുദ്ധ നിയമം ഉണ്ടെങ്കിലും ക്ഷീണിച്ച ഒരാളോട് യുദ്ധം ചെയ്യാൻ വേണമെങ്കിൽ അടുത്ത നിമിഷം അദ്ദേഹത്തിന് തളർച്ച വരും. അതിന് ആ സമയത്ത് അസ്ത്രമയച്ച് അദ്ദേഹത്തെ വധിക്കാമെന്നല്ല വിചാരിച്ചത്. ക്ഷീണിതനായിരിക്കുന്ന ഒരാൾ തന്നെപ്പോലെ അതേപോലെ ശക്തനായിരിക്കുന്ന ഒരാൾ എതിരാളിയോട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെ വേണം എന്ന് കരുതി നാളെ ഒന്ന് പോയിട്ട് നാളെ വരൂ എന്ന് പറഞ്ഞ് രാവണനെ തിരിച്ചയക്കാൻ പോലുമുള്ള സൗമനസ്യം കാണിച്ച ആ രാമനെയാണ് നമ്മൾ രാമായണത്തിൽ ഉടനീളം കാണുന്നത്. രാമായണത്തിലെ ഏത് കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും എടുത്താൽ, നമ്മളിപ്പോൾ നേരത്തെ സംസാരിച്ചൊരു വിഷയമാണ് ബാലിയെ വധം ചെയ്യുന്നത്. ബാലിയെ ഇതിൽ വധം എന്ന് നമ്മൾ പലപ്പോഴും കരുതുന്നത് കൊല്ലുക എന്നുള്ളതാണ്. മഹാഭാഗവതത്തിലാണെങ്കിൽ അനേകം വധങ്ങളാണ്. തുടക്കം മുതൽ തന്നെ അങ്ങനെ വധങ്ങളാണ്. ഓരോ ചെറിയ ചെറിയ കഥകൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ശകടാസുരവധം, മറ്റെങ്കിലും ഓരോ അസുരന്മാരെയും എല്ലാം വധിച്ചതായിട്ടാണ്. രാമായണത്തിൽ ഇതേപോലെയാണ് വിരാധവധം, കബന്ധവധം, അങ്ങനെ ഓരോരുത്തരെ വധിക്കുമ്പോഴൊക്കെ അവരിൽ നിന്ന് ഉണർന്നു വരുന്ന ഒരു ഗന്ധർവനോ മറ്റോ രാമനെ സ്തുതിക്കുന്നതായിട്ട് കാണുന്നു. ഏതെങ്കിലും ഉള്ള ഒരു നമ്മൾ പറയുന്ന താമസികമായ ആ ഒരു അവസ്ഥയെ മാറ്റി അതിനെ സാത്വികമാക്കി മാറ്റിയെടുക്കുന്ന അതാണ് ധർമ്മബോധവും ആത്മജ്ഞാനവും. നമ്മളിലുള്ള താമസികമായ വികാരത്തെ മാറ്റി സാത്വികമാക്കി എടുക്കുന്ന ആ പ്രക്രിയ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഈ പറയുന്ന ആത്മാനന്ദമാണ് ഉണ്ടാകുന്നത്. ആനന്ദമുണ്ടായിക്കഴിയുമ്പോൾ അറിയാതെ ഈശ്വരനെ നമ്മൾ ഭജിക്കുന്നു, സ്തുതിക്കുന്നു. ആ സ്തുതിയാണ് വാസ്തവത്തിൽ കൗസല്യാസ്തുതി മുതൽ അങ്ങ് അവസാനം പട്ടാഭിഷേകത്തിൽ ദേവന്മാരുടെ സ്തുതി വരെയായിട്ടുള്ള ആനന്ദം എന്ന് പറയുന്ന ആ പരമമായ അവസ്ഥ, അതാണ് പരമാനന്ദം. ഇത് തന്നെയാണ് പരമ ആത്മാവ് എന്ന് പറയുന്നത് പോലും നമ്മുടെ ജീവൻ ഈ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത്. ഓരോ കഥാപാത്രങ്ങളിലും ഇപ്പോൾ ഈ ഹനുമാൻ എന്ന് പറയുന്നത് വായുപുത്രനാണ് എന്ന് നമുക്കറിയാം. ഹനുമാന്റെ സഹായം കൊണ്ടാണ് 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കിടന്ന് അക്കരെ ചെന്ന് സീതാദേവിയെ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ സീതാദേവി എന്ന് പറയുന്ന ബ്രഹ്മജ്ഞാനം നഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രാണശക്തിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വായുപുത്രനായ ഹനുമാനായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. സാധകൻ, അതായത് ആത്മജ്ഞാനത്തിലേക്ക് ചരിച്ചുകൊണ്ടിരിക്കുന്ന സാധകൻ്റെ ഉള്ളിലുള്ള പ്രാണശക്തിയാണ് അവിടെ ഹനുമാനായിട്ട് വെച്ചിരിക്കുന്നത്. വേറൊരു കഥാപാത്രമേ അല്ല, രാമൻ്റെ അല്ലെങ്കിൽ സാധകൻ്റെ ഉള്ളിൽ തന്നെയുള്ളതാണ്. ഈ ഹനുമാൻ്റെ സമുദ്രയാത്രയിലാണ് സുന്ദരകാന്ഡത്തിൽ വരുന്ന ഒരു ഭാഗം, ആദ്യത്തെ ഭാഗം സുന്ദരകാന്ഡം തുടങ്ങുന്നത്. ഹനുമാൻ സമുദ്ര ലംഘനം നടത്തും. സമുദ്രം 100 യോജന ചാടുന്ന സമയത്ത് ഉള്ള ചില 2-3 കഥാപാത്രങ്ങൾ അവിടെ വരുന്നുണ്ട്. അവരെ ഒന്ന് നിരീക്ഷിച്ചാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആ സൂചനകൾ, വേദാന്ത സാരം നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ കഴിയും. ആദ്യം ചാടുമ്പോൾ നമുക്ക് ഇങ്ങനെ പോകുന്നു, ആകാശമാർഗത്തൂടെ പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ബലവിവേകാദികൾ തിരിച്ചറിയുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടി നാഗമാതാവ് അതിനു മുമ്പ് മൈനാകത്തെയാണ്, പർവ്വതരാജാവായ മൈനാകത്തെയാണ് സമുദ്രത്തിനടിയിൽ നിന്ന് മൈനാകം പൊങ്ങി വന്നു, ഒരു മല പൊങ്ങി വന്നു. ഹനുമാനോട് പറയുന്നു, അങ്ങ് ക്ഷീണിതനല്ലേ, ഇത്തിരി സമയം വിശ്രമിച്ചിട്ട് പോകൂ, ഇവിടുന്ന് ഫലമൂലാദികളും നല്ല വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പോകൂ എന്ന് പറയുമ്പോൾ, എൻ്റെ കാര്യം സാധിക്കാതെ എനിക്ക് വിശ്രമമില്ല, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത, നമ്മുടെ ലക്ഷ്യം പ്രാപിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല
എന്ന് പറയുന്ന ഹനുമാനെയാണ് നമുക്കവിടെ കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ പല കർമ്മ മേഖലകളിലും വർത്തിക്കുന്നവരാണ്. ഇത്രയൊക്കെ ആയില്ലേ, ഈ ഓടി നടന്ന് റിട്ടയർ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇനിയൊന്ന് വിശ്രമിക്കൂ എന്ന് പറയുന്നു. അപ്പോൾ ആ വിശ്രമിക്കുമ്പോൾ നമ്മൾ എന്താണോ ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, ആ ലക്ഷ്യത്തിലെത്താതെ എനിക്ക് വിശ്രമമില്ല എന്ന് പറഞ്ഞ് മൈനാകത്തെ തലോടി ഞാൻ ഇനി തിരിച്ചു വരുമ്പോൾ ഇരുന്നോളാം എന്ന് പറഞ്ഞു പോകുന്നു. രണ്ടാമത് നമ്മൾ കാണുന്നത് സുരസ എന്ന് പറയുന്ന നാഗമാതാവിനെയാണ്. ആ നാഗമാതാവും ഈ പറഞ്ഞ പോലെ പരീക്ഷിക്കാൻ വന്നതാണ്. നാഗമാതാവ് ഹനുമാനോട് പറയുന്നു, ഹനുമാനെ കൊണ്ട് എനിക്ക് വീരാ, എനിക്ക് വിശപ്പ് എനിക്ക് ഏറ്റവും ഉണ്ടോർക്ക നീ, അതുകൊണ്ട് എൻ്റെ ആഹാരമാകും നീ എന്ന് പറഞ്ഞു വായു പിളർന്നു നിൽക്കുന്നു. നമ്മൾ കഥയിൽ കാണുന്നു രണ്ടുപേരും മത്സരമാണ്. സുരസ വലിയവായിട്ട് വാ പറിക്കുമ്പോൾ ഹനുമാൻ അതിലും വലുതാകും, സുരസ വീണ്ടും വാ വിളിക്കും, ഹനുമാൻ പിന്നെയും വലുതാകും. അങ്ങനെ കുറേ ഇവർ നമ്മളൊരു മത്സരം നടത്തി സുരസ കുറേയേറെ വാ തുറന്നു കഴിഞ്ഞപ്പോൾ ഹനുമാൻ അനിമ ഗരിമ എന്നൊക്കെ ഉള്ള അഷ്ടസിദ്ധികളുള്ള ആളാണ് ഹനുമാൻ. അപ്പോൾ വീണ്ടും ഹനുമാൻ വളരെ ചെറുതായിട്ട് അങ്കുഷ്ടതുല്യനായിട്ട് ആ വായിലൂടെ കടന്നങ്ങ് പോകുന്നു. അപ്പോൾ സുരസയുടെ വായിൽ പ്രവേശിക്കുകയും ചെയ്തു. എന്നാൽ സുരസയ്ക്ക് ആഹാരമായിട്ടുമില്ല. സുരസ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് ചിന്തിച്ചാൽ രസം, ഓരോ രുചിയാണ് ഓരോരുത്തർക്കും ഓരോ കാര്യത്തിലാണ് രസം, അത് രുചി, അഭിരുചി. ശ്ലോകക്കാരനായ ശിവൻചേട്ടൻ അറിയാം, ആനക്കമ്പം ഒരാൾക്ക് ഒരു ആനതടയാൾ കമ്പം പരന്ന് നല്ല ഈശ്വര ധ്യാനക്കമ്പം ഒരാൾക്ക് എന്നാൽ കഥകളിക്കമ്പം മുറയ്ക്കിങ്ങനെ, പിന്നെ ഗാനക്കമ്പം ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഈ ഉള്ളവൻ അക്ഷര ശ്ലോകമാട്ടെ എന്ന് അതിശയം ഭ്രാന്താലയം കയറുന്ന ഒരു ശ്ലോകമുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കമ്പം എന്ന് പറഞ്ഞാൽ ഈ അഭിരുചി. ചിലർക്ക് മദ്യത്തിലായിരിക്കും, ചിലർക്ക് ചൂതുകളിയിലായിരിക്കും, ചിലർക്ക് സ്ത്രീ വിഷയത്തിലായിരിക്കും, ചിലർക്ക് അധികാരമായിരിക്കും. 40 വണ്ടിയുടെ അകമ്പടിയോടുകൂടി എനിക്കിങ്ങനെ രാജാവായിട്ട് വിലസണം, ഇങ്ങനെയൊക്കെയുള്ള ചിലർക്കുള്ള ഈ അഹങ്കാരം കൊണ്ട്, അതായത് നേതൃസ്ഥാനത്ത് എപ്പോഴും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ജനങ്ങൾ വേണം, എനിക്ക് പ്രസംഗിക്കണം, എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ഞാൻ ആളായിട്ട് നിൽക്കണം എന്നൊക്കെയുള്ള അത് ഓരോ അഭിരുചിയാണ് ഓരോരുത്തർക്ക്. ഈ രുചിയാണ് ഇവിടെ സുരസയായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്, രസം. അപ്പോൾ ആ സുരസയോടും മാതാവേ ഭുജംഗ മാതാവേ എന്ന് പറഞ്ഞ് തഴുകി കടന്നു പോകുന്നു. അപ്പോൾ സുരസയ്ക്കും പരാതിയില്ല, സുരസയുടെ വായിലൂടെ കയറി ഇവൻ്റെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. വീണ്ടും ചെല്ലുന്നത് നിഴലത് പിടിച്ചു, ആകാശത്തിലൂടെ പോകുന്നവൻ്റെ താഴെ സമുദ്രത്തിൽ നിഴൽ വരും. ഈ നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹിക എന്ന് പറയുന്നത് ഛായാഗ്രഹിണി എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്, ഛായാഗ്രഹിണി. ആ സിംഹികയെ ഒറ്റ ചവിട്ടിനെ വധിച്ചു എന്നാണ് സുന്ദരകാണ്ഡത്തിൽ പറയുന്നത്. ആ നിഴലത് പിടിച്ചു നിർത്തി കൊന്നു തിന്നുന്ന നീചയാം സിംഹിക, ഒരൊറ്റ പാദപതനം കൊണ്ട് തന്നെ അവളുടെ കാര്യം കഴിച്ചു. അപ്പോൾ ഈ സിംഹിക എന്ന് പറയുന്നത്, നിഴൽ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വവാസനകളാണ്. നിഴലാണ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതാണ്, പുറകിൽ നമ്മുടെ നിഴലുണ്ടാകും. ഈ നിഴൽ എന്ന് പറയുന്നത് സൂചന ഇതാണ്, പൂർവ്വവാസനകളാണ്. പൂർവ്വവാസനകളും ഈ ജന്മത്തിലെ നമ്മുടെ വാസനകൾ, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, എൻ്റെ സ്വത്ത്, അല്ലെങ്കിൽ എൻ്റെ ഭൗതിക സമ്പത്തുകൾ, ഇങ്ങനെ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് വരും, നമ്മളെ പിടിച്ചു വലിക്കും. അതൊക്കെ അവിടെ അനാഥമായി പോകുമല്ലോ ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പോയാൽ എന്ന് തോന്നുമ്പോൾ ആ പുറകിൽ നിന്ന് വലിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ നിഴൽ. അത് ആ നിഴലിനെ ഒറ്റ ചവിട്ടുകൊണ്ട് അവിടെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പൂർവ്വവാസനയൊക്കെ ഒറ്റ വാക്കിൽ തന്നെ നമ്മൾ അപ്പോഴേ മറന്നു കളയുക, അതിനെ തൃണവൽഗണിക്കുക എന്നുള്ള ഇത് ഇങ്ങനെയാണ്. അതാണ് ഹനുമാനെ അവിടെ ഈ ഛായാഗ്രഹിണി എന്ന കഥാപാത്രത്തിലൂടെ അവിടെ അവതരിപ്പിച്ചത്. അപ്പോൾ പ്രാണശക്തി കൊണ്ട് നമുക്ക് ഇതെല്ലാം ഈ തരണം ചെയ്യാൻ, അതായത് സമുദ്രം എന്ന് പറഞ്ഞാൽ ഭവസാഗരം തന്നെയാണ് ഇവിടെ ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ, അത് അതിനെ തരണം ചെയ്താൽ മാത്രമേ അവിടെ സീതാദേവിയെ കണ്ടെത്താൻ കഴിയുള്ളൂ. അതായത് നഷ്ടപ്പെട്ടു പോയ ബ്രഹ്മജ്ഞാനത്തെ നമുക്ക് വീണ്ടും ലഭിക്കുകയുള്ളൂ. ഈ ഒരു കഥ ഇത് വളരെ രസകരമായിട്ട് നമ്മൾ ഒന്നുകൂടി വായിക്കുമ്പോൾ, അതായത് ഈ പറഞ്ഞിരിക്കുന്ന ചില ക്ലൂകൾ ഇതെല്ലാം വെച്ച് വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായി തോന്നും. ഇതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. വാസ്തവത്തിൽ ഇത് ആദ്യം തന്നെ പറയേണ്ട കാര്യമല്ല. കാരണം കൊച്ചുകുട്ടികളോട് കഥ പറയുക, കുറച്ചുകൂടി മുതിർന്നവരോട് അല്ലെങ്കിൽ ആ തലത്തിലേക്ക് വായന എത്തിയവരുടെ ദാർശനിക ചിന്തകൾ മാത്രം പറയുക. ഒരു രാജാവ് എങ്ങനെ, നേരത്തെ പറഞ്ഞാൽ സുഗ്രീവനെ വധിക്കുന്നത്, കാരണം സുഗ്രീവൻ അക്ഷന്തവ്യമായ തെറ്റാണ് കാണിച്ചത്. സ്വന്തം അനുജൻ്റെ ഭാര്യയെ, മകളെപ്പോലെ കരുതേണ്ട ആ അനുജൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി വെച്ചു.
അതായത് അവർ തമ്മിലൊരു ആശയവിനിമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്, സംശയം കൊണ്ടാണ് ഈ കുടുംബ കലഹം ഉണ്ടായത് വാസ്തവത്തിൽ. അതൊക്കെ പറയാൻ പോയി ഒത്തിരി പോകും. പക്ഷെ അപ്പം അവിടെ രാജാവ് സ്വന്തം രാജ്യത്തെ അതിൻ്റെ ശരിക്കും പറഞ്ഞ സാമന്തന്മാരാണ് ഈ രാജാക്കന്മാരൊക്കെ അവിടെ. അപ്പോൾ അവരുടെ നമ്മൾ പറയുന്ന ജൂറിസ്ഡിക്ഷനിൽ വന്നൊരു കാര്യത്തിൽ സ്വയം ഇടപെട്ടു. അവിടെ ചെയ്യാം. പിന്നെ പോരാത്തിന് അഗ്നിസാക്ഷിയായി ചെയ്തൊരു പ്രതിജ്ഞയാണ് സുഗ്രീവനെ സഹായിക്കാം. ബാലിയെ വധിച്ച്, ബാലിക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത, ഒരിടത്ത് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ബാലികേറാമല എന്ന് പറയുന്ന ഋഷ്യമൂകാചലത്തിൽ, ഋഷ്യവും മൂകവുമാണ് അത്, അതിൻ്റെ തത്വമൊക്കെ വേറെയാണ്. അപ്പോൾ ആ മലയിൽ പേടിച്ചിരിക്കുകയാണ്. കാരണം അവിടെ എന്തായാലും ബാലി എത്തൂല. ബാലിക്കൊരു ശാപമുണ്ട്. മറ്റേ മതങ്കാശ്രമത്തിൽ മറ്റേ ദുന്ദുഭിയുടെ തല, ദുന്ദുഭി എന്ന് പറയുന്ന ഒരു രാക്ഷസനെ കൊന്നതിൻ്റെ അത് പോത്തിൻ്റെ ആകൃതിയെ പറയുക, അതിൻ്റെ തലയെ പിടിച്ച് വലിച്ചെറിഞ്ഞത് ചെന്ന് വീണത് ഈ മതങ്കാശ്രമത്തിലാണ്. അങ്ങനെ മതങ്കമുനിയുടെ ശാപം കൊണ്ട് ആര് വന്നാലും ഇത് ആരാ ചെയ്തതെന്ന് അവൻ്റെ തല പൊട്ടിത്തെറിക്കുന്നുള്ള ശാപം ഉണ്ട്. അതുകൊണ്ട് ബാലി എത്തൂല എന്ന് പറഞ്ഞപ്പോൾ ബാലിയെ പേടിച്ച് ഈ ഋഷ്യമുഖാചലത്തിൽ കഴിയുന്നു. സ്വന്തം ഭാര്യയെ അടക്കി വെച്ചിരിക്കുന്നു, രാജ്യം അടക്കി വെച്ചിരിക്കുന്നു. ഇതൊക്കെ അത് ചെയ്തത് തെറ്റാണ്. അപ്പോൾ അത് ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷ തന്നെയാണ്, വേറൊന്നുമില്ല. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തതിന് അനുജൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കി മാറ്റിവെക്കുക എന്നുള്ള ധർമ്മചിന്ത നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ 21-ാം നൂറ്റാണ്ടിൽ ഇരുന്നുകൊണ്ടാണ്, 2025 ഇരുന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. ഇതിനു മുമ്പ് യുഗങ്ങൾ 2 കഴിഞ്ഞിട്ടാണ്. ത്രേതായുഗത്തിലെ ശ്രീരാമൻ്റെ കഥയാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദ്വാപരയുഗത്തിലെ കൃഷ്ണൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ടുമാണ് ഇവിടെ കലിയുഗത്തിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇത്രയും യുഗത്തിന് മുമ്പുള്ള കഥ പറയുമ്പോൾ അന്നത്തെ സാങ്കത്യം കൂടെ എടുക്കണം. അന്നത്തെ നിയമാവലികളും ശ്രുതികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നിയമാവലികൾ തന്നെയാണ്. നമ്മുടെ ടാക്സേഷൻ, പീനൽ കോഡ്, പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഇങ്ങനെ ശ്രുതികളിൽ നിന്നൊക്കെ പകർത്തിയെടുത്ത് പോകുന്നതാണ്. അതിന് കാലാകാലങ്ങളിൽ മാറ്റം വരും, അത് മാറ്റം വരുത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ അന്നത്തെ നിയമം അനുസരിച്ച് ഇതിന് വധശിക്ഷയാണ് വെച്ചിരിക്കുന്നത് ഈ ഇത്തരം ഒരു വലിയ തെറ്റ് ചെയ്തതിന്. അപ്പോൾ അത് ചെയ്യാമെന്നുള്ളത് ധർമ്മം. അവിടെ അഗ്നിസാക്ഷിയായിട്ട് ഈ സുഗ്രീവനും ശ്രീരാമനും കൂടി അഗ്നിസാക്ഷിയായി എടുത്ത പ്രതിജ്ഞയാണ് ശ്രീരാമൻ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം തിരിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് പകരം പ്രത്യുപകാരമായി സീതാന്വേഷണം നടത്തി രാവണനെ കൊല്ലാൻ, സീതയെ കൊണ്ടുവരാനും ഞാൻ സഹായിക്കാം എന്ന് സുഗ്രീവനും പ്രതിജ്ഞയെടുത്തു. ഇവരുടെ രണ്ടുപേരുടെയും ഈ അഗ്നിസാക്ഷിയായിട്ടുള്ള പ്രതിജ്ഞയാണ്. അപ്പോൾ അതുകൊണ്ട് രാമൻ ഇത് ചെയ്തേ പറ്റുള്ളൂ, മറ്റൊന്നും മറഞ്ഞു നിന്ന് ചെയ്തത്. കാരണം ബാലിയെ നേരെ യുദ്ധം ചെയ്താൽ അയാളുടെ പകുതി ശക്തി ഈ ആരാണോ എതിർക്കുന്നത് അയാളുടെ പകുതി ശക്തി ബാലിക്ക് കിട്ടും. ഇത് രാമനറിയാം. അപ്പോൾ നേരിട്ട് നിന്ന് യുദ്ധം ചെയ്താൽ, നേരെ നിന്നാൽ രാമൻ്റെ ശക്തി മുഴുവൻ ബാലിക്കായിപ്പം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബാലി എന്ന് പറയുന്നതും ശ്രീരാമ ഭക്തൻ തന്നെയാണ്. കാരണം ശ്രീരാമനെ നേരിട്ട് കണ്ടാൽ, അല്ലെങ്കിൽ നേരിട്ട് കണ്ടാൽ ബാലി ഉടനെ യുദ്ധം ചെയ്യാനല്ല വരിക, നേരെ പോയി ശ്രീരാമൻ്റെ പാദത്തിൽ വീഴുകയുള്ളൂ. അപ്പോൾ ആശ്രിതനായിട്ട് വരുന്ന ഒരാളെ ഒരിക്കലും വധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നേരെ എന്നെ കാണണ്ട എന്ന് പറഞ്ഞ് മരത്തിന് മറിഞ്ഞു നിന്ന് യുദ്ധം അമ്പ ചെയ്ത് ഭാര്യയെ വധി. ഇങ്ങനെ പോയാൽ നമ്മൾ ഓരോന്നിനും കൃത്യമായ കാരണങ്ങളുമുണ്ട്, കാര്യവുമുണ്ട്. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാം ധർമ്മത്തിൻ്റെ പേരിൽ, സത്യത്തിൻ്റെ പേരിൽ, എല്ലാം ഈ സത്യവും ധർമ്മവും മാത്രം ആസ്പദമാക്കിയുള്ള കഥാരചന നടത്തിയ രാമനെ നമ്മൾ എവിടെ നോക്കിയാലും സത്യസന്ധൻ തന്നെയായിട്ടാണ് കാണുന്നത്. എവിടെയും വിനയം, സ്വയം ഞാൻ അവതാരമാണ്, ഞാൻ ഈശ്വരനാണ് എന്നുള്ള വിചാരമൊന്നുമില്ല. മനുഷ്യനായിട്ട് തന്നെ നിന്നുകൊണ്ട് ആണ് ഓരോ സന്ദർഭങ്ങളിലും രാമൻ പെരുമാറുന്നതും പറയുന്നതുമൊക്കെ. എല്ലാവരെയും സമഭാവനയോടെ വീക്ഷിക്കുക. അവിടെ വാനരൻ, നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് എങ്ങനെയാണ് ആ വാനരന്മാർ എന്നുള്ള പ്രതീകമായത്, അത് വേണമെങ്കിലും ഒരു ആദിവാസി സമൂഹമോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നുള്ളൂ. എങ്കിൽ പോലും അവരെയും കൂടെ നിർത്തിക്കൊണ്ടാണ് രാമൻ ഈ 14 വർഷവും വനവാസത്തിലും ശേഷം രാവണനെ വധിക്കാൻ വേണ്ടി സഹായം ആയിട്ട് കൂട്ടിയതും. അവസാനം ഇതെല്ലാം കാര്യം നേടിക്കഴിഞ്ഞ് ശരി നിങ്ങൾ പോയിക്കോളൂ, ഓക്കെ താങ്ക്സ് പറഞ്ഞ് പോരുമല്ല ചെയ്തേ. പട്ടാഭിഷേകത്തിന് അവരെ എല്ലാം കൂടി പുഷ്പവിമാനത്തിൽ അയോധ്യയിലേക്ക് കൊണ്ടുവന്നു. അയോധ്യയിലേക്ക് പോരുന്ന വഴി അവിടെ സുഗ്രീവാദികളുടെ, വാനരാദികളുടെയൊക്കെ ഭാര്യമാരെല്ലാം അവരുടെ നാട്ടിലുണ്ട്. ഇവരെല്ലാം യുദ്ധത്തിന് പോയിട്ട് നാളുകളേറെ ആയതാണല്ലോ.
നമുക്ക് അവരെയും കൂടി നിങ്ങൾ കണ്ടിട്ട് അവരെയും കൂടി കണ്ടു പോരൂ, കുശലം പറഞ്ഞു പോരാം എന്ന് പറഞ്ഞ് അവരെയും കൂടി കൂട്ടിക്കോളൂ എന്ന് പറഞ്ഞ്. കാരണം ഭാര്യാവിയോഗജ ദുഃഖം എന്നോളം അറിഞ്ഞു വേറെ ആരും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എത്ര കാലമായി, പട്ടാളക്കാരല്ലേ അവരും, എത്ര കാലമായി നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയെ പിരിഞ്ഞിട്ട് അവരെയും കൂട്ടിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ആ വിമാനം താഴെ ഇറക്കി കിഷ്കിന്ധയിൽ നിന്ന് ഈ വാനരസേനയുടെ മുഴുവനും ആൾക്കാരെയും കൂടെ എല്ലാവരെയും ഇവിടെ കൂട്ടിക്കൊണ്ടാണ് അയോധ്യയിലേക്ക് തിരിച്ചു പോയത്. അവരെയെല്ലാം പ്രത്യേകം പ്രത്യേകം കൊട്ടാരങ്ങളിൽ താമസിപ്പിച്ച് ഈ പട്ടാഭിഷേകത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങൾക്കും ഇവർക്ക് തുല്യമായ പ്രാധാന്യം വിഭീഷണനൊക്കെ. വിഭീഷണൻ്റെ കുറിച്ച് ഭരതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ 4 ജ്യേഷ്ഠാനുജന്മാരായിരുന്നു ഇത്രയും കാലം, ഇപ്പം ഞങ്ങൾക്കൊരു സഹോദരനും കൂടി ഉണ്ട്, നമ്മൾ 5 പേരായി എന്ന് പറയാനുള്ള ആർജവം, ഒരു സഹോദരനും കൂടെ ഞങ്ങളുണ്ടായിരുന്നു, വിഭീഷണനോട് പറയാനുണ്ടായ ആഗ്രഹം. ഇവരെല്ലാം രാമായണത്തിലെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ സൂക്ഷ്മമായി എടുത്ത് പരിശോധിച്ചാൽ ഇവരൊക്കെ എത്ര ധർമ്മിഷ്ഠരായിരുന്നു. ധർമ്മം എന്ന ഒരു പദത്തിൻ്റെ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ എടുക്കാനായിട്ട് കാരണം ഒരു ഇതിഹാസം കൊണ്ട് പോലും തീരാത്ത, മഹാഭാരതം എന്ന വലിയൊരു ഇതിഹാസം കൊണ്ട് പോലും, രാമായണം എന്ന ഇതിഹാസം കൊണ്ട് പോലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു പദമാണ് ധർമ്മം. അത് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്ന് ഓരോ കഥകളിലൂടെ മാത്രം പറഞ്ഞു പോന്നിരിക്കുന്ന ഇതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. അപ്പോൾ ഇതിലെ രാമായണത്തിലെ ശരിക്കും ധർമ്മചിന്ത എന്ന് പറഞ്ഞ രാമായണം മുഴുവൻ ഇത്തരം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ധർമ്മചിന്തയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടു പോന്നിരിക്കുന്നത്. ആ കഥാപാത്രത്തെ ഇങ്ങനെയുള്ള രാമനെയാണോ ഞങ്ങൾ അനുഗമിക്കേണ്ടത്, ഞങ്ങൾ മാതൃകയാക്കേണ്ടത് എന്ന് ചോദിച്ചാൽ രാമായണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പേജ് പോലും മറിച്ച് നോക്കിയിട്ടില്ലാത്ത പാവം പിള്ളേരാണ് ഇതൊക്കെ ചോദിച്ചത് പറഞ്ഞത് എന്ന് മാത്രം. കാരണം ഇത് മനസ്സിലാക്കിയാൽ മനുഷ്യൻ ധർമ്മിഷ്ഠനായി പോകും. നമ്മുടെ സംസ്കാരം, സംസ്കൃതി, ഭാരതീയ സംസ്കൃതി എന്നത് ഈ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നിലനിൽക്കുന്നതാണ്. കാരണം മനുഷ്യനാക്കി നിലനിർത്തുന്നത് ഈ ഇതിഹാസങ്ങളും പുരാണങ്ങളുമാണ്. അല്ലാതെ ഉടനെ പോലീസിൻ്റെ ഒരു നിയമം കൊണ്ടോ ഏതെങ്കിലും നിന്ന നിയമം അനുസരിച്ച് പീനൽ കോഡ് ഇത്രയും എന്ന് പറഞ്ഞ് ആ നിയമം കൊണ്ട് മാത്രമല്ല മനുഷ്യനെ മനുഷ്യനാക്കേണ്ടത്. ഈ പുരാണങ്ങൾ ഇതിഹാസങ്ങളും വായിച്ച് അവർ സ്വയം സ്ഫുടം ചെയ്തെടുക്കേണ്ടതാണ് എന്ന് ബോധ്യമുള്ള ആചാര്യന്മാർ എഴുതി വച്ചിരിക്കുന്നതാണ് ഇതിഹാസങ്ങൾ. അപ്പോൾ ഇതിനെ പിന്തുടരാനും ഈ രാമനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 2 യുഗങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു കഥയിലെ കഥാപാത്രത്തെ നമ്മൾ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ രാമൻ ചില്ലറക്കാരനല്ല, രാമായണം ചെറിയ ഒരു ഗ്രന്ഥമല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് കൂടുതൽ സ്വയം വായിച്ച് സ്വയം ഇൻ്റർപ്രറ്റ് ചെയ്ത് നമുക്ക് ഇതിലേക്കെല്ലാം കടക്കാനുള്ള വിഹായസ് തുറന്നിടുകയാണ് ചെയ്യുന്നത് രാമായണത്തിലൂടെ. അത് ചുരുക്കി വെച്ചുകല്ല, ഇങ്ങനെ മാത്രമേ ഉള്ളൂ എന്നല്ല, ഇനിയും അതിലൊരു രഹസ്യമുണ്ട്, നീ സ്വയം കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് ആചാര്യൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ ഇതിഹാസത്തെ നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രമിച്ച ചെറിയ സദസ്സാണെങ്കിലും പ്രൗഢമായ ഈ സദസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനും ജോൺ സാറിനും ഉപാസനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.